മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം. മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. നമസ്കാരം. കേരള ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. ഈ ശബരിമല നിന്നെ സംബന്ധിച്ച്, ശബരിമല കൊള്ളയെ സംബന്ധിച്ച് അതിശക്തമായ വികാരം നമ്മുടെ നാട്ടിൽ നിറഞ്ഞു കൊണ്ടുകയാണ്. ഈ വിഷയം ഭാരതീയ ജനതാ പാർട്ടി രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ചില പ്രശ്നങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന്, കഴിഞ്ഞ 30 കൊല്ലത്തെ ഇടപാടുകൾ അന്വേഷിക്കണം. വലിയ കൊള്ള നടന്നിട്ടുണ്ട്. ഈ ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം. മന്ത്രി വാസവൻ രാജിവെക്കണം. മന്ത്രി വാസവനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ രാഷ്ട്രപതി ഈ പുണ്യ ശബരിമലയിൽ വന്ന് തൊഴാൻ വന്നപ്പോ ഈ മന്ത്രി അടുത്ത് നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ? അവന്റെ കുമ്പ ചുരുട്ടി പിടിച്ച് നിൽക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ടോ? ഇവന് തൊഴുതെന്ന് പറ്റുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏതെങ്കിലും മുസ്ലിം പള്ളിയിൽ കയറി നിസ്കരിക്കുന്ന സമയത്ത് കയറി നമ്മൾ അവിടെ നിസ്കരിക്കാതിരുന്നാൽ എത്ര വലിയ പ്രശ്നമായിരിക്കും. ഇദ്ദേഹം ആ ശ്രീകോവിലിന്റെ മുമ്പിൽ നിൽക്കേണ്ടതില്ല. അദ്ദേഹം ലേശം മാറിയിരുന്നാതി. എടോ, താൻ നിരീശ്വരവാദിയാണ്, താൻ വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്നവരാണ് എന്ന് ഞങ്ങൾക്കറിയാം. മിസ്റ്റർ വാസവൻ, നിങ്ങൾ MLA ആയപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ദൈവത്തിന്റെ പേരിലല്ല സത്യപ്രതിജ്ഞ. ഞങ്ങൾക്കറിയാം നിങ്ങൾ നിരീശ്വരവാദികളാണ്, നിങ്ങൾ ദൈവനിഷേധികളാണ്. പക്ഷെ എന്തിനാണ് ഈ നാട്ടിലെ വിശ്വാസികൾ അപമാനിക്കുന്ന മുമ്പിൽ ശ്രീകോവിലിന്റെ അകത്ത് കയറി അല്ലെങ്കിൽ അതിന് മുന്നിൽ നിന്ന് ഇങ്ങനെ മസിൽ പിടിച്ചു നിൽക്കുന്നത്? ഇവന്റെ ഒക്കെ കൈ നാളെ പൊങ്ങും. എന്തിനാന്നറിയോ? ഈ ക്ഷേത്രങ്ങളിലെ പൊന്നു മുതലും മോഷ്ടിക്കുന്നതിന് വേണ്ടി വരും. ആ കൈ വെട്ടിമാറ്റാതെ കേരളത്തിലെ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കപ്പെടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വിഷയം ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ ചിലർ പറയുന്നത് BJPയുടെ ഹിന്ദു വികാരം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അല്ല, നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിലെ മറ്റു മതങ്ങളുടെ ആരാധനാലയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ആ മതത്തിൽപ്പെട്ടവരെ കൈകാര്യം ചെയ്യുന്നത് ഹിന്ദുക്കൾ ഒഴിച്ച്, ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ മതങ്ങളും അവരുടെ ക്ഷേത്രങ്ങൾ മര്യാദയ്ക്ക് കൊണ്ടു നടക്കുന്നുണ്ട്. ഈ മഹാഭാരതം ഹിന്ദു മതത്തിന്റെ പുണ്യഭൂമിയാണ്. എന്നാൽ ഈ ഭാരതം മറ്റ് 3 മതങ്ങൾക്ക് ജന്മം നൽകിയിട്ടുണ്ട്: സിഖ് മതം, ജൈനമതം, ബുദ്ധമതം. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ 3 മതങ്ങളാണ് സെമിറ്റിക് മതങ്ങൾ. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അതുപോലെ തന്നെ ജൂതമതവും. ആ 3 മതങ്ങളും ഒഴുകിയെത്തിയ നദികളായി ഒഴുകിയെത്തി ഈ മഹത്തായ ഭാരത സംസ്കാരത്തിൽ അലിഞ്ഞു ചേർന്ന മണ്ണാണിത്. ഇവിടെ എന്താണ് നമ്മൾ കാണുന്നത്? ഇറാനിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട സൗരാഷ്ട്രക്ക് അഭയം നൽകിയിട്ടുള്ള രാജ്യമാണ്. അല്ലെങ്കിൽ അങ്ങനെ എല്ലാ മതങ്ങളുടെയും സംഗമ സംസ്കാര ഭൂമിയായ ഈ നാട്ടിൽ ഹിന്ദു മതം ഒഴിച്ച് ബാക്കി എല്ലാവരും ആരാധനാലയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ്? ആ മതവിശ്വാസികളാണ് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പൊ എന്റെ മഹല്ല് കമ്മിറ്റി അല്ലെങ്കിൽ സത്താറാജിയുടെ മഹല്ല് കമ്മിറ്റി ആ ജുമാഅത്ത് പള്ളിക്ക് ചുറ്റുമുള്ള ഒരു 100-400 കുടുംബങ്ങളാണ്, അവിടുത്തെ ജനങ്ങളാണ്, വിശ്വാസികളാണ് ആ പള്ളി ഭരിക്കുന്നത്, ആ മദ്രസ നടത്തുന്നത്, അവിടുത്തെ ദർസ് നടത്തുന്നത്. വിശ്വാസികളിൽ നിന്ന് വിശ്വാസികളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന വിശ്വാസികളുടെ ഭരണസമിതി പള്ളി ഭരിക്കുന്നു. ക്രൈസ്തവരുടെ ചർച്ചുകളോ ആ ഇടവകയിലെ ജനങ്ങളാണ് ഭരിക്കുന്നത്, വിശ്വാസികളാണ് ഭരിക്കുന്നത്. ഇതാണ് സിഖ് മതത്തിൽ, ജൈന മതത്തിൽ, സിഖ് മതത്തിൽ. എന്റെ ഹിന്ദുക്കൾക്ക് മാത്രം മറ്റൊരു നീതി? ഇത് വിശ്വാസത്തിന്റെ ചോദ്യമല്ല, ഇത് ജനാധിപത്യത്തിന്റെ ചോദ്യമാണ്. അതാണ് ഈ വിശ്വാസ സംരക്ഷണ സംഗമത്തിന്റെ ഏറ്റവും പ്രസക്തമായ കാര്യം. നിങ്ങൾ നോക്കൂ, ഇതെന്തുകൊണ്ട് ഇങ്ങനെയായി? ഇങ്ങനെ ആയതിന് ഒരു കാരണമുണ്ട്. എന്താണെന്നറിയോ? ഈ ഹിന്ദു മതവിശ്വാസികൾ എന്ന് പറയുന്നത്
ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് രത്നങ്ങളുടെയും സ്വർണങ്ങളുടെയും സമ്പത്തിന്റെയും വലിയ ഖജാനകളായിരുന്നു. പത്മനാഭ സ്വാമി ക്ഷേത്രം നിലവറ തുറന്നപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. എത്രയും പൊന്നും മുതലുമാണ് അവിടെ ഉള്ളത്. ഈ ക്ഷേത്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇന്നത്തെ ദേവസ്വം നിയമത്തിന്റെ ഒരു ചെറിയ രൂപമുണ്ടായ നിയമനിർമ്മാണം ഉണ്ടായി. ബ്രിട്ടീഷുകാരുടെ കുബുദ്ധിയിൽ ക്ഷേത്രങ്ങൾ കൊള്ള ചെയ്യാൻ ബ്രിട്ടീഷുകാരുടെ കുബുദ്ധിയിൽ ജനിച്ചതാണ് ഈ വിഷയം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിപ്പോ ഇന്നും തുടരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്, അദ്ദേഹം പറയുന്നത് കേരളം അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി മാറിയതാണ്. മിസ്റ്റർ പിണറായി, നിങ്ങൾ ഒരു ദാരിദ്ര്യവും അവസാനിപ്പിക്കാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇന്ത്യയിൽ കഴിഞ്ഞ 11 വർഷത്തിനുള്ളിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 25 കോടി ജനങ്ങളെയാണ് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ എത്തിച്ചത് നരേന്ദ്രമോദി. സൗജന്യമായി ഗ്യാസ് കണക്ഷൻ കൊടുത്ത്, സൗജന്യമായി കുടിവെള്ളം കൊടുത്ത്, സൗജന്യമായി 35 കിലോ ധാന്യങ്ങൾ കൊടുത്ത് ഈ നാട്ടിലെ പട്ടിണി അവസാനിപ്പിച്ച് വേൾഡ് ബാങ്കിന്റെ പോലും പ്രശംസ നേടിയെടുത്ത വിധത്തിൽ 25 കോടി ജനങ്ങളെ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ എത്തിച്ച മഹാനായ ഭരണാധികാരിയാണ് നരേന്ദ്രമോദി. അതിന്റെ ചെറിയ കാറ്റ് കേരളത്തിലും അടിച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ച് പട്ടിണിയൊക്കെ ഇവിടെയും മാറിയിട്ടുണ്ട്. ഇതിൽ പിണറായിക്ക്, ഈ ദാരിദ്ര്യം അവസാനിപ്പിച്ചതിൽ പിണറായിക്ക് ഒരു പങ്കുമില്ല. മിസ്റ്റർ പിണറായി, നിങ്ങൾക്ക് ഒന്നിലേ പങ്കുള്ളൂ. എന്താണെന്നറിയോ? നിങ്ങൾ 2 മക്കളെ അതിസമ്പന്നരാക്കിയിട്ടുണ്ട്. തന്റെ മോനെയും മോളെയും അതിസമ്പന്നരാക്കിയിട്ടുള്ള ആളാണ് ഈ പിണറായി വിജയൻ. ഈ കേരളത്തിലെ ദാരിദ്ര്യം ഇന്ന് കാണുന്ന വിധത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, അതിൽ അല്പം പരിഹാരം കണ്ടിട്ടുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പല സൗജന്യ സ്കീമുകളാണ് എന്ന് മനസ്സിലാക്കുക. വിശേഷിച്ച് സൗജന്യമായി റേഷൻ നൽകുന്നു. നമ്മുടെ കൊറോണയ്ക്ക് ശേഷം സൗജന്യമായി 82 കോടി ജനങ്ങൾക്ക് സൗജന്യമായി റേഷൻ നൽകുന്നു. അതുകൊണ്ട് ആളുകൾ പട്ടിണിയില്ലാത്ത ഒരു സമൂഹമായിട്ട് നമ്മുടെ രാജ്യം പതിയെ പതിയെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയൻ ഒരു പങ്കുമില്ല. ഇപ്പോൾ പിണറായി വിജയൻ ഈ കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാരുടെ വികാരത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുന്ന വേണ്ടി CPI-യും CPM-ഉം ഒരു നാടകം കളിച്ചു, PM ശ്രീ പദ്ധതിയുടെ പേരിൽ. ആ നാടകത്തിലെ വില്ലൻ പിണറായി വിജയൻ, ആ നാടകത്തിലെ നായകൻ നമ്മുടെ ബിനോയ് വിശ്വം സഖാവ്, അതിലെ ഹാസ്യ കഥാപാത്രം നമ്മുടെ ശവംകുട്ടി മന്ത്രി ശവംകുട്ടിയാണ് ഹാസ്യ കഥാപാത്രം. എന്തിനാണ് ഈ നാടകം കളിച്ചത്? PM ശ്രീയിൽ ഒപ്പിട്ട് പിന്നെ അത് വേണ്ടാന്ന് വെച്ചു, തർക്കങ്ങൾ ഉണ്ടാക്കി, അവരുടെ ക്യാബിനറ്റിൽ പങ്കെടുക്കുന്നില്ല, മന്ത്രിസഭയിൽ രാജിവെക്കുമെന്നൊക്കെ പറഞ്ഞ് ഈ നാടകം കളിച്ചത് ശബരിമല വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ പിണറായി വിജയനോടും കൂട്ടരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ നാടകം KPSC-യെ കൊണ്ട് കളിപ്പിച്ചാൽ എല്ലാ അക്കാദമി അവാർഡും നിങ്ങൾക്ക് കിട്ടുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പക്ഷേ ഈ നാടകം കൊണ്ടൊന്നും ശബരിമല ശാസ്താവിനെ നിങ്ങൾ വേദനിപ്പിച്ചതിന്റെ ഇവിടുത്തെ വിശ്വാസികളുടെ മനസ്സിലുണ്ടായിട്ടുള്ള മുറിവ് അത് ഉണങ്ങില്ല, അവർ മറക്കില്ല, അവർ പൊറുക്കില്ല എന്നാണ് CPI-യോടും CPM-നോടും ഞങ്ങൾക്ക് പറയാം. ഈ CPI-ക്കാരെ കുറിച്ച് ഇവിടെ മാധ്യമങ്ങളിൽ കാണുന്ന ഒരു വലിയ ചർച്ച എന്താണെന്നറിയോ? ഈ ബിനോയ് വിശ്വമൊക്കെ വലിയ ആദർശത്തിന്റെ ആൾമാരാണ്, മണ്ണാങ്കട്ടയാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റ് കാലഘട്ടം എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയാണ്. ആ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയിൽ കേരളത്തിൽ ഏറ്റവും സുഖിച്ച് ജീവിച്ചവൻ ആരാന്ന് പറഞ്ഞാൽ ഈ ബിനോയ് വിശ്വമാണ്. അന്ന് ഇദ്ദേഹത്തിന്റെ സുഖവാസ കേന്ദ്രം സോവിയറ്റ് റഷ്യയിലായിരുന്നു, കമ്മ്യൂണിസ്റ്റ് റഷ്യയിൽ അടിച്ചു പൊളിച്ച് ജീവിക്കുകയായിരുന്നു. അന്ന് CPI അടിയന്തരാവസ്ഥയ്ക്ക് പിന്തുണ നൽകിയവരാണ്. അന്ന് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മുമ്പിൽ ഒരു ഹിറ്റ്ലറെ പോലെ
ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയാണ്. അതുകൊണ്ട് ഇവർക്കൊരു ആദർശമില്ല അഭിനയ വിശ്വത്തിന്. ഇത് വെറുതെ ഒരു നാടകം കളിക്കായിരുന്നു. PMC യെ കുറിച്ച് ഞാൻ നിങ്ങളോട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. PMC പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുട്ടികളെയും കൂട്ടിയിട്ട് എന്റെ കണ്ണൂർ ജില്ലയിൽ ഒരു പോണ്ടിച്ചേരി പ്രദേശമുണ്ട്, കൊച്ചു മാഹി, മയ്യഴിപ്പുഴയുടെ തീരത്ത്. അവിടുത്തെ 4 സ്കൂളില് PMC പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് കഴിഞ്ഞ 3 കൊല്ലമായിട്ട്. ആ സ്കൂളുകൾ നിങ്ങൾ കാണണം, അവിടുത്തെ ടോയ്ലറ്റ് കാണണം. എന്റെ മോള് സ്കൂളിൽ പോയി വന്നാൽ പറയും, പപ്പ ഞാൻ മൂത്രമൊഴിച്ചിട്ടില്ല. നമ്മുടെ പെൺകുട്ടികളൊന്ന് സ്കൂളിൽ പോയാൽ മര്യാദയ്ക്ക് ടോയ്ലറ്റിൽ പോകാറില്ല. അവർക്കെല്ലാം മൂത്ര സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുടെ നാടാ കേരളം. നിങ്ങളവിടെ മാഹിയിലെ സ്കൂളിലെ കുട്ടികളെ ടോയ്ലറ്റ് പോയി നോക്കൂ. ആ സ്കൂളിൽ കുടിവെള്ളമുണ്ട്. ആ സ്കൂളിൽ എല്ലാ ക്ലാസ് മുറിയിലും നല്ല വയറിങ്, നല്ല ഫാന്, പൂന്തോട്ടം, കളിക്കളം, അതിമനോഹരമായിട്ട് ഒരു 5 സ്റ്റാർ സ്കൂൾ പോലെ മാഹിയിലെ PMC സ്കൂളുകൾ മാറിയിരിക്കുന്നു. മാറാത്തതിന് മാറും, അതിന് തെളിവ് തുടങ്ങി. ഇപ്പൊ ഇവിടെ നമ്മുടെ വേദിയിൽ വെച്ച് BJPയിലേക്ക് കടന്നു വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട ബഷീർ സാഹിബിനെ പോലുള്ള കഴിഞ്ഞ 6 മാസത്തിനിടയിൽ ഏകദേശം 8500 ആളുകളാണ് BJPയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അതിൽ പകുതി ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നാണ്, പകുതി ആളുകൾ കോൺഗ്രസിൽ നിന്നാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ അസീസ് കുറുവയും അതുപോലെ തന്നെ ഇബ്രാഹിം കുട്ടിയൊക്കെ മലപ്പുറത്തുനിന്ന് ഞങ്ങൾ കൂടെ വന്നു. ഇത് പരസ്യമായി BJPയിലേക്ക് വന്നവരുടെ കണക്കാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ രഹസ്യമായി അതിനും എത്രയോ 10 മടങ്ങ് ആളുകൾ മനസ്സുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയത്തെ അംഗീകരിക്കുന്നു. എന്തുകൊണ്ട് അംഗീകരിക്കുന്നു? നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയം, നരേന്ദ്രമോദിയുടെ അഴിമതിയില്ലാത്ത രാഷ്ട്രീയം. ഞാൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാനായിട്ട് കഴിഞ്ഞ 3 കൊല്ലം പ്രവർത്തിക്കാം. ഞാൻ ഹജ്ജിന്റെ ചെയർമാനായി പോകുമ്പോൾ ബോംബെ ഹജ്ജ് ഓഫീസിനെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു കമ്മീഷനടി കേന്ദ്രമാണ്, ഒരു തട്ടിപ്പ് കേന്ദ്രമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇവിടുന്ന് പോകുന്ന ഹജ്ജിമാർ 1,75,000 ആള് പോകും. എല്ലാവർക്കും 2 സൂട്ട് കേസ്, 2 പുതപ്പ്, ഒരു കൊട. ഞാൻ വിചാരിച്ചത് സൗജന്യമായി കൊടുക്കുന്ന അല്ല, അത് ഹാജിമാരിൽ നിന്ന് കാശ് വാങ്ങി ഹജ്ജ് കമ്മിറ്റി ഇത് വാങ്ങി കൊടുക്കുകയാണ്. എന്നിട്ട് ബോംബെയിൽ നിന്ന് ബാഗുമായിട്ട് ഇന്ത്യയിലെല്ലാ എംബാർക്കേഷൻ പോയിന്റിലും വാഹനത്തിൽ കൊണ്ടു കൊടുക്കണം. എത്ര വലിയ ദേശീയ നഷ്ടമാണ്. നോക്കുമ്പോൾ അതിന്റെ പിന്നിൽ കോടിക്കണക്കിന് രൂപ കമ്മീഷൻ അടിക്കായിരുന്നു പലരും. ഹജ്ജ് കമ്മിറ്റിയിലെ ചില ഉദ്യോഗസ്ഥന്മാർ, പ്രമാണിമാർ. നിങ്ങളറിയോ, കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും കാലത്ത് ഹജ്ജ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കൊള്ള സംഘമായിരുന്നു. ആ കൊള്ള അവസാനിപ്പിച്ച് ഞങ്ങൾ തീരുമാനിച്ചു 3.5 ലക്ഷത്തിന് ഹജ്ജ് പോകുന്നവനാക്ക് സ്വന്തമായി കൊട വാങ്ങാൻ അറിയാം, സ്വന്തമായി ബാഗ് വാങ്ങാൻ അറിയാം, സ്വന്തമായി പുതപ്പ് വാങ്ങാൻ അറിയാം. ഇതിന്റെ ഇമാതിരി കച്ചവടവും കമ്മീഷനും ഇനി വേണ്ടടാ എന്ന് തീരുമാനിച്ച നരേന്ദ്രമോദിയുടെ ശിഷ്യനാണ് ഇവിടെ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇതാണ് ഓരോ മേഖലയിലും നരേന്ദ്രമോദി നടത്തിയിട്ടുള്ളത്. നമ്മുടെ രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് രാഷ്ട്രീയ രംഗത്ത് അഴിമതിയാണ്. അത് ക്യാൻസറാണ്. അതിൽ നിന്നൊരു 11 കൊല്ലം നമുക്ക് മോചനം നേടി, പൂർണ്ണമായി നേടി എന്നല്ല പറയുന്നത്. പക്ഷെ ഭരണരംഗത്ത് മന്ത്രിമാർ, കേന്ദ്ര മന്ത്രിമാർക്കെതിരെ ഒരു വിമർശനം, കടുത്ത ശത്രുവായിട്ടുള്ള BJPയുടെ കടുത്ത ശത്രുവായിട്ടുള്ള രാജ്യദ്രോഹി രാഹുൽ ഗാന്ധിക്ക് പോലും അഴിമതിയുടെ പ്രശ്നം ഉന്നയിക്കാൻ സാധിക്കുന്നില്ല. അത്ര ക്ലിയറാണ്. അതുപോലെ തന്നെ വികസന രാഷ്ട്രീയം വളരെ പ്രധാനമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നരേന്ദ്രമോദി കൊണ്ടുവന്ന ഏറ്റവും വലിയ വികസന വിപ്ലവം എന്താണെന്ന് ചോദിച്ചാൽ പലതും നമുക്ക് മനസ്സിൽ ഓർമ്മ വരും.
എൻ്റെ രക്ഷിതാക്കളെ, നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. ഇപ്പോൾ ആളുകളെല്ലാം ടൂറിന് പോകാൻ ഭയങ്കര താല്പര്യം കാണിക്കുന്ന ഒരു കാലമാണ്. മക്കളെയും കൂട്ടി, ഭാര്യനെയും കൂട്ടി, മാത്രമല്ല കുട്ടികളെല്ലാം കെട്ടിച്ച് വീട്ടിന്ന് ഭർത്താവിന് വീടേൽപ്പിച്ച് പെണ്ണുങ്ങന്മാരുടെ ടീം ഒറ്റക്ക് കാശ്മീരിൽ ടൂറിന് പോകുന്നത് ഞാൻ ഈ കുഞ്ഞി കണ്ണോട് കണ്ടിട്ടുണ്ട്. പക്ഷെ അവരോട് എനിക്ക് പറയാനുള്ളത്, ഇനി നിങ്ങൾ ടൂറിന് പോകേണ്ടത് ഡൽഹിയിൽ താജ്മഹൽ കാണാനല്ല, നിങ്ങൾ മുംബൈയിൽ പോകണം. നരേന്ദ്രമോദി കടലിനടിയിൽ കൂടി 6 വരി പാത ഉണ്ടാക്കിയിരിക്കുന്നു, 2.5 കിലോമീറ്റർ. വികസന രംഗത്ത് മഹാവിപ്ലവമാണ്. നിങ്ങൾ ഹിമാചൽ പ്രദേശത്തിൽ ചെല്ലണം, അവിടെ അടൽ ടണൽ 9 കിലോമീറ്റർ, ഏഷ്യയിലെ ഏറ്റവും വലിയ ടണൽ നരേന്ദ്രമോദി ഉണ്ടാക്കിയിരിക്കുന്നു. നരേന്ദ്രമോദി വികസന രംഗത്ത് നടത്തിയിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ കയ്യിലുള്ള ഫോണ് നിങ്ങളുടെ പേഴ്സാണ്, നിങ്ങളുടെ ബാഗാണ്, നിങ്ങളുടെ ഷോപ്പിംഗ് മാളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്യാം. നിങ്ങളുടെ മൊബൈൽ ഫോണിനെ പേഴ്സാക്കി മാറ്റിയ, നിങ്ങൾ മൊബൈൽ ഫോണിനെ ബാങ്കാക്കി മാറ്റിയ, നിങ്ങൾ മൊബൈൽ ഫോണിനെ ഷോപ്പിംഗ് മാളാക്കി മാറ്റിയ ഡിജിറ്റൽ വിപ്ലവത്തെ കുറിച്ച് നരേന്ദ്രമോദി ഡിജിറ്റൽ ഇന്ത്യയെ കുറിച്ച് സംസാരിച്ചപ്പോൾ ചിദംബരത്തെപ്പോൾ പഞ്ഞനം കാട്ടി. കോൺഗ്രസിന്റെ നേതാവ് ചിദംബരം അങ്ങ് ഹാർവാർഡിൽ പോയി പഠിച്ച വലിയ ബുദ്ധിജീവിയാ. എന്നിട്ട് പാർലമെന്റിൽ ചോദിച്ചു, മിസ്റ്റർ മോദിജി, നമ്മുടെ കുട്ടികളെ എങ്ങനെ ഗ്രാമങ്ങളിൽ വൈദ്യുതി ഉണ്ടോ, എങ്ങനെ മൊബൈൽ ചാർജ് ചെയ്യും, നമ്മുടെ ആളുകൾ എങ്ങനെ QR കോഡ് അതിന്റെ ഡിവൈസ് ഉണ്ടോ, എങ്ങനെ പച്ചക്കറി വാങ്ങും, എങ്ങനെ നമ്മുടെ തട്ടുകടയിൽ ഈ ഡിജിറ്റൽ സംവിധാനം എങ്ങനെ വരും എന്നൊക്കെ അദ്ദേഹം പാർലമെന്റിൽ അതിമനോഹരമായ ഇംഗ്ലീഷിൽ ചോദിച്ചു. നരേന്ദ്രമോദി മിണ്ടാണ്ടിരുന്നു. ഇന്ന് നിങ്ങൾ അറിയുമോ, ഇന്ത്യയിലെ 92 കോടി ജനങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർ ഓൺലൈനിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ സൗകര്യമുള്ള രാജ്യമായി, ഏറ്റവും ചീപ്പായിട്ടുള്ള ഡിജിറ്റൽ സൗകര്യമുള്ള രാജ്യമായി ഇന്ത്യ മാറി. 24 ലക്ഷം കോടിയാണ് ഈ അടുത്ത ദിവസം നടന്നിട്ടുള്ള ട്രാൻസാക്ഷൻ. അമേരിക്കയിൽ നിന്നും, ജപ്പാനിൽ നിന്നും, ജർമ്മനിയിൽ നിന്നും നേതാക്കൾ വന്ന് നരേന്ദ്രമോദിക്കൊപ്പം നമ്മുടെ ഡൽഹിയിലെ ഖാൻ മാർക്കറ്റിൽ തെരുവുകളിൽ ചെന്ന് QR കോഡ് വഴി സാധനം വാങ്ങിയിട്ട് ഈ അത്ഭുത വിപ്ലവ ഡിജിറ്റൽ വിപ്ലവത്തെ കുറിച്ച് പഠിച്ചു. ഇതാണ് നരേന്ദ്രമോദി. നരേന്ദ്രമോദിയുടെ ഇൻഫ്രാസ്ട്രക്ചർ വികസനമായാലും അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ എല്ലാ മേഖലകളും ഡിജിറ്റൽ വികസനമായാലും ഈ രാജ്യത്തെ വിപ്ലവകരമായി മുന്നോട്ട് നയിക്കുകയാണ്. ഇന്ത്യ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു വികസന മുന്നേറ്റത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.